മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ ആണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. യൂഷ്വലി നമുക്ക് തരാറ് ഒരു ലൈൻ എ ബിയുടെ ലൈൻ എ ബി എങ്കിൽ എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് എച്ച് പി ആൻഡ് വി പി, അല്ലെങ്കിൽ ബിയുടെ പൊസിഷൻ, ചില പ്രോബ്ലത്തിൽ എയുടെ വിത്ത് റെസ്പെക്ട് എച്ച് പിയും ബിയുടെ വിത്ത് റെസ്പെക്ട് വി പി, അങ്ങനെയൊക്കെയാണ് തരാറ്. ബട്ട് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് എയുടെയും ബിയുടെയും തരാതെ മിഡ് പോയിന്റ് പൊസിഷൻ തരുന്നു. അതായത് മിഡ് പോയിന്റ് പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ഇത് 80 mm ലോങ് ലൈൻ ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ്, അതായത് ഈ ഡിസ്റ്റൻസ് 40 ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിന്റെ പൊസിഷൻ തരുന്ന ടൈപ്പ് പ്രോബ്ലം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനി പോയിന്റ്, അത് ഇതുവരെ കേട്ട് ചോദിച്ചില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനി പോയിന്റ്, അതായത് എയോ ബിയോ അല്ലാതെ ലൈനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഇല്ലേ, അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പ്രൊജക്ഷൻ തരുന്നു, പൊസിഷൻ തരുന്നു, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, point of a line AB is 50 mm above HP and 30 mm in front of VP. The line measures 80 mm and it is inclined 45 degree to HP and 30 degree to VP. എന്താ, തീറ്റ തന്നു, ഫൈ തന്നു, ട്രൂ ലെങ്ത് തന്നു, എ ഡാഷും എയും തന്നിട്ടുള്ള പ്രോബ്ലം നമുക്കറിയാലോ. ഇവിടെ മിഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. എ ബിയുടെ എം ഡാഷ് 50 ആണ് എബോ എക്സ് വൈ ലൈൻ, എം 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം അല്ലേ, എന്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, എൻഡ് പോയിന്റ് പകരം മിഡ് പോയിന്റ് തന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡ് പോയിന്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, നമുക്കറിയാലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൈഡിൽ വരച്ച് നോക്കുക, ഒരു റെഫറൻസ് ഫിഗർ ആയിട്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈൻ എ ബി 80 mm ലോങ്, ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ഇൻക്ലൈൻ 45 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 30 ഡിഗ്രി ടു വി പി. അതാണ് ക്വസ്റ്റ്യൻ. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ പൊസിഷൻ തന്നിരിക്കുന്നത് മിഡ് പോയിന്റിൻ്റെയാണ്. നമ്മൾ ഈ ലൈനെ എം ബി എന്ന് പറയുന്ന ഒരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഹാഫ് ലൈനായിട്ട്. ബാക്കി നമ്മൾ പിന്നീട് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ബിയുടെ പ്രൊജക്ഷൻ വരയ്ക്കാൻ അറിയാലോ. എം ഡാഷ് നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ പാരലൽ ടു വി പി ആക്കുമ്പോൾ B1 ഡാഷ് നമുക്ക് വരയ്ക്കാൻ പറ്റും. B1 ഡാഷ് ഇത് എത്രയായിരിക്കും, 40 ആയിരിക്കും. കാരണം മിഡ് പോയിന്റ് ടു ടോട്ടൽ ലെങ്ത് 80, അപ്പം ഹാഫ് ലെങ്ത് 80 ഡിവൈഡ് ബൈ 2 40 ആയിരിക്കും. B1 ഡാഷ് എം നമുക്കറിയായിരിക്കുമല്ലോ, എം തന്നിട്ടുണ്ട്. അത് ഹാഫ് ലൈൻ്റെ മാത്രം കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ടോപ്പ് വ്യൂ, B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ B1 അറിയാം. ഇത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തത് 30 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നത്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നത്. ഈ ലെങ്ത് വീണ്ടും 40 തന്നെ. ഇത് B2, MB2. MB2 ഇനി എന്താ പറയാം, B1 MB1 അറിയെങ്കിൽ MB1 ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ B കിട്ടും. B കിട്ടിയാൽ MB ആണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. B കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ നേരെ മുകളിൽ ഇവിടെ ആയിരിക്കും B ഡാഷ്. എം ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ B2നെ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് എം ഡാഷ്, ഇത് B2 ഡാഷ് ആയിരിക്കും, എം ഡാഷ് B2 ഡാഷ് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ B ഡാഷ് കിട്ടും. ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റൂലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് വരയ്ക്കുക. ഇത് വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി, നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടിയില്ലേ, എം ഡാഷ് ബി ഡാഷ്. ഇനി ഈ മിഡ് പോയിന്റ് അബൌട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എം ബിയുടെ ഫ്രണ്ട് വ്യൂവും എം എയുടെ ഫ്രണ്ട് വ്യൂവും സെയിം ആയിരിക്കില്ലേ, അതിനെന്ത് ചെയ്താൽ മതി, ഈ എം എന എം ബിയുടെ ലെങ്ത് കിട്ടിയെന്ന് കരുതുക. സേ ഇതൊരു 33 കിട്ടിയെന്ന് കരുതുക. 33 അറിയില്ല, എനിക്കറിയില്ല, 33 കിട്ടിയെന്ന് കരുതുക. അപ്പൊ ഈ ലൈനിൽ ഇങ്ങോട്ടേക്ക് 33 എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ, അതായിരിക്കില്ലേ എ ഡാഷ്. അതേപോലെ എം ബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എം എ കിട്ടും. എം എ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്കസ് ഇങ്ങോട്ടേക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ എം ബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ A1 കിട്ടും. അതേപോലെ ഇവിടെ A1 ഡാഷ് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തിൻ ലൈൻ വരയ്ക്കുക. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പോൾ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈ XYയുടെ സെൻറ്ററിലായിട്ടാണ് ഞാൻ ഈ പ്രൊജക്ടർ വരയ്ക്കുന്നത്.
പ്രൊജക്ടർ വരയ്ക്കുന്നു, തിൻ പ്രൊജക്ടർ. ഓക്കെ, ഇതിൽ നമുക്ക് മിഡ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. മിഡ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ മിഡ് പോയിന്റ് നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെയാ? എ ഡാഷ് അല്ല, എം ഡാഷ് ഈക്വൽ ടു 50 mm അല്ലെ, 50 അല്ലേ? എം ഈക്വൽ ടു 30 mm, ട്രൂ ലെങ്ത് ഈക്വൽ ടു 80 mm, പിന്നെ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി, ഫൈ ഈക്വൽ ടു 30 ഡിഗ്രി. 50 mm കൺസിഡർ ചെയ്യണം അല്ലേ? ഈ പോയിന്റ് ആണ് എം ഡാഷ്. ഈ ഡിസ്റ്റൻസ് 50, താഴോട്ടേക്ക് 30 അല്ലേ? അപ്പൊ ഇവിടെ ഈ പോയിന്റ് ആണ് എം. ഇനി എം ഡാഷിലൂടെ ഡാഷിലൂടെയും എമ്മിലൂടെയും ലോക്കസ് ലൈൻ വരയ്ക്കണം. ഇതിലൂടെ തിൻ ലൈൻ വരയ്ക്കുന്നു, തിൻ ലൈൻ വരയ്ക്കുന്നു, തിൻ ലൈൻ വരയ്ക്കുന്നു, തിൻ ലൈൻ വരയ്ക്കുന്നു. അപ്പൊ എം ഡാഷ് എം ലൊക്കേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത്, നമുക്കറിയാം ട്രൂ ലെങ്ത് 80 ആണ്. അപ്പൊ നമ്മൾ മിഡ് പോയിന്റ് അബൌട്ട് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് എം ബിയുടെ പ്രൊജക്ഷൻ വരയ്ക്കുന്നു. എം ബിയുടെ പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ 40 mm 30 ഡിഗ്രിയിൽ 30. അപ്പൊ ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കണം, ഇതിലൂടെ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 40 ആണ്. അത് 40 എടുക്കണം. 40. അപ്പൊ ഇവിടെയാണ് അത് വരുന്നത്. ഈ പോയിന്റ് ആണ് B1 ഡാഷ്. ഓക്കെ, ഇനി ഇതൊക്കെ ഇതിലൂടെ ഒരു ലൈൻ, പ്രൊജക്ടർ ലൈൻ വരയ്ക്കണം. ഇത് ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് വരയ്ക്കുക. അതിലൂടെ അതൊന്നും ചെയ്യുന്നില്ല, തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ഇനി B1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? B1 വരയ്ക്കാൻ പറ്റില്ലേ? B1 എ ഡാഷ് B1 ഡാഷ് ആകുമ്പോൾ B1 എക്സോ ലൈന് പാരലൽ അല്ലേ? അതേപോലെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് തിൻ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു ഇവിടത്തേക്ക്. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും B1. ഇനി ഇൻക്ലിനേഷൻ നോക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കുന്നു, ഈ ഡയറക്ഷനിലേക്ക് എടുക്കുക കേട്ടോ, കാരണം അത് അപ്പുറത്തെ കോർഡിലേക്ക് പോകില്ല. വേണ്ട, നമ്മൾ സൗകര്യം അനുസരിച്ച് ഇതേപോലെ തന്നെ എടുക്കുന്നു. ഇവിടെ എന്താണ് ഇൻക്ലിനേഷൻ? എത്രയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രി എടുക്കണം. 45 ഡിഗ്രി, അതിലൂടെ ഈ പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ എത്ര എടുക്കണം? 40 എടുക്കണം. 40. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ 40 എടുത്തു. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിന് B2 എന്ന് കൊടുത്തു. B2. അപ്പൊ നമുക്ക് ബിയുടെ ലോക്കസ് കിട്ടി. ബിയുടെ ലോക്കസ് കിട്ടിയാൽ അതിലൂടെ ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് ലൈൻ വരയ്ക്കുക. ഞാനിവിടെ തിൻ ലൈനാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം MB1 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതാണ് ബി. അതിന് കോമ്പസ് എടുക്കണം. MB1 ആർക്ക് വരയ്ക്കുന്നു.
ഓക്കെ, MB1 ആർക്ക് വരയ്ക്കുന്നു? ഇതാണ്, ഈ പോയിന്റ് ആണ് ബി. ഇനി AB ഞാൻ തിക്ക് ലൈൻ വേറെ കളർ യൂസ് ചെയ്യുന്നു. MB വിസിബിൾ ഫൈനൽ പ്രൊജക്ഷൻ ആണ്. ഇതൊക്കെ തിക്ക് ലൈനാണ് വരയ്ക്കേണ്ടത്, MB2 ഒക്കെ. ബട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഫൈനൽ പ്രൊജക്ഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. കളർ ചേഞ്ച് ചെയ്ത് വരയ്ക്കുന്നു. അല്ലെങ്കിൽ വൈറ്റ് തന്നെ. തിക്നെസ് മാറുന്നത് മനസ്സിലാകുന്നുണ്ടോ നോക്കണേ. തിക്കായ മനസ്സിലാവില്ലേ? ഉണ്ടോ? വേറെ കളർ യൂസ് ചെയ്യണോ? വേറെ കളർ യൂസ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം തിൻ പ്രൊജക്ടർ ലൈൻ യൂസ് ചെയ്തിട്ട് ബിയുടെ നേരെ മുകളിലാണ് ബി ഡാഷ് വരിക. അപ്പൊ ഈ പോയിന്റ് ആണ് ബി ഡാഷ്. ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ എം ബി ഡാഷ് ജോയിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ചെയ്യേണ്ടത്, ഇത് പകുതിയായിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ബി ഡാഷ് എം ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സെയിം ഇൻക്ലിനേഷനിലേ വരിക. അവിടെ ഈ 40 എടുക്കുക. ഇവിടെ കിട്ടും. ഈ പോയിന്റ്, ആ പോയിന്റിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിലായിരിക്കും എയുടെ ലോക്കസ് ഉണ്ടാവുക. ഇനി എ ഡാഷ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ എം ഡാഷ് ബി ഡാഷ് ലൈനിലെ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്നതായിരിക്കും എ ഡാഷ്. ഇതാണ് എ ഡാഷ്, ഈ പോയിന്റ്. അതേപോലെ ഇവിടെ ചെയ്യാം. ഈ എം B2നെ, അതായത് ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെയും ഈ 40 mm. എടുക്കുന്നു. 40 mm ഇവിടെ വരുന്നു. കിട്ടിക്കുന്ന പോയിന്റ് തന്നെയാണ്. എക്സ് ലൈനിൽ ടച്ച് ചെയ്യില്ല കേട്ടോ നിങ്ങൾ വരയ്ക്കുമ്പോൾ. ഞാൻ വരയ്ക്കുമ്പോൾ ജസ്റ്റ് വളരെ അടുത്തെത്തുന്നുണ്ട്. ഇനി ബിയുടെ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. MB ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്നതാണ്, സോറി എ ഡാഷ് അല്ല, എ ഡാഷ് എയും സെയിം ലൈൻ തന്നെയായിരിക്കും. ഈ A1ഉം A2 എന്നതും എന്താവില്ല, സെയിം ലൈൻ ആയിരിക്കില്ല. കാരണം ഒരു പോയിന്റ് ഫ്രണ്ട് വ്യൂ ടോപ്പ് ഇങ്ങനെ ഒരു ലൈനിലല്ലേ വരിക. ഇത് സെയിം ലൈൻ വരച്ച് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി കിട്ടും. ഞാൻ അത് കറക്റ്റ് വരയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം കാണുന്നത്. ഈ പ്രോബ്ലമാണ് മിഡ് പോയിന്റ് പ്രോബ്ലം. നിങ്ങൾ കറക്റ്റ് വരയ്ക്കുമ്പോൾ എം ഡാഷ് ബി ഡാഷും എം ഡാഷ് എ ഡാഷും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ എം എയും എം ബിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ A1 ഡാഷ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ A2 ഉണ്ട്. ഇത് രണ്ടും സെയിം ലൈനിൽ ആയിരിക്കില്ല. ഓക്കെ, എ ഡാഷും എയും എം ഡാഷും എമ്മും ബി ഡാഷും ബിയും സെയിം ലൈനിലായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ പറഞ്ഞു പോയത് എ ഡാഷ് എ എന്നായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. യൂഷ്വലി നമുക്ക് എൻ്റെ എയുടെ പൊസിഷനാണ് തരാറ്. ആ പ്രോബ്ലം നമുക്ക് ചെയ്യാനറിയാം. A above HP and in front of VP, ലൈൻ ABയുടെ ഇൻക്ലിനേഷൻ വിത്ത് HP തീറ്റ വിത്ത് VP 5 തന്നിട്ട് വരയ്ക്കുന്നത് നമുക്കറിയാം. ഇവിടെ പകരം മിഡ് പോയിന്റ് തന്നു, അതായത് മിഡ് പോയിന്റ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എ ആണ് തന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? എനെ ഫിക്സ് ചെയ്തിട്ട് പാരലൽ ടു VP ആക്കി, എനെ ഫിക്സ് ചെയ്തിട്ട് പാരലൽ ടു HP ആക്കി. പാരലൽ ടു VP ആകുമ്പോൾ B1 ആയി, പാരലൽ ടു HP ആകുമ്പോൾ B2 ആയി. എന്നിട്ടാണ് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ മിഡ് പോയിന്റ് ആണ്. അപ്പൊ പാരലൽ ടു പാരലൽ ടു VP ആകുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണല്ലോ മിഡ് പോയിന്റ്.
ഇതാണ് എ, ഇതാണ് ബി. കാണുന്നില്ലല്ലേ, എൻ്റെ ഇത് ഒഴിവാക്കുക. ഇത് വി പേര് എടുക്കുക. ഇത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇൻക്ലൈൻഡ് എച്ച് പി, ഇൻക്ലൈൻ ടു വി പി. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ടോ, ഈ എയും എൻഡ് മിഡ് പോയിന്റിലെ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് 45 ഡിഗ്രി ടു എച്ച് പി ആക്കിയിട്ട് 30 ഡിഗ്രി ടു വി പി, ഇതാണ് കണ്ടീഷൻ. അത് 30 ഡിഗ്രി ടു വി പി മാറ്റിയിട്ട് പാരലൽ ടു വി പി ആക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് എൻഡും മൂവ് ചെയ്യുന്നില്ലേ, ഈ എൻഡും മൂവ് ചെയ്യുന്നുണ്ട്, ഈ എൻഡും മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് A1 ഡാഷ് B1 ഡാഷ് എന്നുള്ളൊരു ഫ്രണ്ട് വ്യൂ ആയിട്ട് കിട്ടുക. A1 ഡാഷ് B1 ഡാഷ് പാരലൽ ടു വി പി ആകുമ്പോൾ. ഇനി ഈ കണ്ടീഷനിൽ പാരലൽ ടു എച്ച് പി ആക്കുകയാണ്, ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ ഈ ബി താഴോട്ടേക്കും എ മുകളിലോട്ടേക്കും മൂവ് ചെയ്തിട്ടാണ് ഇത് പാരലൽ ടു എച്ച് പി ആകുന്നത്. അപ്പോൾ ഈ പൊസിഷൻ A2 B2. അപ്പോൾ ഇതിന്റെ ടോപ്പ് വ്യൂ A2 B2, ഇതിന്റെ ഫ്രണ്ട് വ്യൂ A1 ഡാഷ് B1 ഡാഷ്. വേണമെങ്കിൽ ഇത് തന്നെ ആദ്യം വരച്ചേക്കാം. ഓക്കെ, ഇത് ആദ്യമേ വരയ്ക്കുക. ഇത് ആദ്യമേ വരച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി ലൈൻ്റെ കണ്ടിട്ട് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇനി എന്താ ചെയ്യുന്നത്, ഇത് വരയ്ക്കുന്നു. ഇത് വരച്ചു കഴിഞ്ഞാൽ M ഡാഷ് B1 ഡാഷ് A1 ഡാഷ് കിട്ടും. A1 ഡാഷാണ് കിട്ടുന്നത്. അത് നിങ്ങൾ A ഡാഷ് ആയിട്ട് കരുതുന്നത് കൊണ്ടാണ് ഞാൻ അത് വരയ്ക്കാതെ നേരത്തെ ചെയ്ത പോലെ പകുതി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് അല്ല, ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് വരയ്ക്കുന്നു. അതേപോലെ ഇവിടെ M B2 A2 വരയ്ക്കുന്നു, ഈ ആംഗിൾ 30 ഡിഗ്രി. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിന്, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ എൻഡ് എ വീണ്ടും ഫിക്സ് ചെയ്യാൻ പോകും. അന്നേരം ആൻസർ പറ്റി പോകും. ഫിക്സ് ചെയ്യേണ്ട ഏതാ, മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞത്. ഇതിന്റെ ടോപ്പ് വ്യൂ കണ്ടിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ബി കിട്ടുന്നു. ബിയുടെ നേരെ മുകളിൽ ബി ഡാഷ് കിട്ടുന്നു. ബി ഡാഷ് കിട്ടിയാൽ ബി ഡാഷ് എം ഡാഷ് ഈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ എ ഡാഷ് കിട്ടും. ആ എ ഡാഷ് നേരെ താഴെ വരച്ചു കഴിഞ്ഞാൽ എ കിട്ടും. എ എം ബി എടുത്തു കഴിഞ്ഞാൽ എ എം ഈക്വൽ ടു ബി എം ആയിരിക്കും. ഇത്രയേ വരുന്നുള്ളൂ. ഇനി ഇത് ഇവിടെ ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ആരും ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കണേ. നമുക്കിതിലേക്ക് വരാം. ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിൻ റഫറൻസ് ലൈൻ വരയ്ക്കുക. മിഡ് തന്നെ എടുക്കണേ, എന്നിൽ എടുക്കരുത്, കാരണം മിഡ് പോയിന്റ് എബോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് 40 mm M ഡാഷ്, ഇവിടെ 30 mm ഈ പോയിന്റ് M ഡാഷ് M കിട്ടി. ഇതിലൂടെ തിൻ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി 45 ഡിഗ്രിയാണ് തീറ്റ. അപ്പൊ ഇവിടെ 45 ഡിഗ്രി എടുത്തിട്ട് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരച്ചോ. അത് ഫിക്സ് ചെയ്തതിന് ശേഷം എത്രയാണ് ലെങ്ത് തന്നിരിക്കുന്നത്, 40 ആണ്, 80യുടെ ഹാഫ്. അപ്പൊ ഇവിടെ കിട്ടി വരുന്നത് ഇതാണ് B1 ഡാഷ്. ആ B1 ഡാഷ് 40, ആ സെയിം ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തൂടെ? അതായത് ഈ ഡിസ്റ്റൻസ് ഇവിടെ ഇപ്പോൾ എടുത്ത ഈ ഡിസ്റ്റൻസ് ഇല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇതായിരിക്കും എന്ത്, A1 ഡാഷ്, എ ഡാഷ് അല്ല, A1 ഡാഷ്. അതിലൂടെ നമുക്കൊരു ലോക്കസ് വരയാം. അതിലായിരിക്കും എ ഡാഷ് വരിക, ഇതിലായിരിക്കും ബി ഡാഷ് വരിക. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാം. തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരച്ചു. ഇനി B1 ഡാഷ് അറിയെങ്കിൽ B1 ഡാഷിന്റെ ടോപ്പ് വ്യൂ തിൻ പ്രൊജക്ടർ ലൈൻ യൂസ് ചെയ്തിട്ട് ഇവിടെയാണ് B1 വരുന്നത്. അതും മനസ്സിലായി. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്.
അടുത്തത് 30 ഡിഗ്രി. അത് നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. കാരണം ഈ 30 mm ഇൻ ഫ്രണ്ടിൽ 40യിൽ ഈ 30 ഡിഗ്രിയിൽ ഇത് പുറത്തേക്ക് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ വേറെ ക്വാഡ്രന്റ് ആയിരിക്കും. അതുകൊണ്ട് 2 ആൻസർ ഉണ്ടാവും. അല്ലെങ്കിൽ 2 അല്ല, കുറേ ആൻസർ വരും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് തരാം. അതേത് പോയിന്റ് ആണ് ലൊക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എ ഈസ് നിയറർ ടു എച്ച് പി അല്ലെങ്കിൽ ഇതിപ്പോ ഇവിടെ നോക്കുക, ഇതാണല്ലോ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങോട്ടേക്കല്ലേ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ എ ആണ് വി പിക്ക് നിയറർ. ഈ പ്രോബ്ലം ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്യാം ഇവിടെ, കാരണം ഇതിൽ ഏതാണ് പൊസിഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ എൻഡ് എ ഈസ് നിയറർ ടു വി പി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. ഇവിടെയാണ് എ എടുത്തെങ്കിൽ എ നിയറർ ടു വി പി കമ്പയർ ടു ബി. ബിനെ കമ്പയർ ചെയ്യുമ്പോൾ എ അല്ലേ വി പിക്ക് നിയർ ആയി കിടക്കുന്നത്. ഇനി ബി നിയറർ ടു എച്ച് പി തന്നിട്ടുണ്ടെങ്കിൽ വി പി തന്നിട്ടുണ്ടെങ്കിലോ ഇങ്ങോട്ടേക്ക് എടുക്കണം. അങ്ങനെ ഒരു പ്രോബ്ലം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് തന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഏത് ഡയറക്ഷനിലേക്കും 30 ഡിഗ്രി എടുക്കാം. ഞാൻ നമ്മൾ യൂഷ്വലി എടുക്കുന്ന പോലെ തന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 30 ഡിഗ്രി എടുത്തിട്ട് ഈ ലൈൻ വരയ്ക്കുകയാണ്. ഈ ലെങ്ത് തന്നെ ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം. സെയിം ലെങ്ത് ആണ് ഇവിടെ. B2 കിട്ടും. ഇവിടെ A2 കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ വരച്ചപ്പോൾ ഒരു ലൈൻ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ലൈനിൽ വലിയ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവും. പലരും ഇത് ഒന്നാക്കാൻ നോക്കും. A1 ഡാഷും A2 ഡാഷും ഇങ്ങനെ ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കരുത്. A1 ഡാഷും A2 ഒരിക്കലും ഒരു ലൈനിൽ വരില്ല. കാരണം ഇവിടെ നിങ്ങൾ B1 ഡാഷും B2 ഒരു ലൈനിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. B1 ഡാഷും B1 ആണ് ഒരു ലൈനിൽ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ലോക്കസ് വരയ്ക്കുക, ഇവിടെയും വരയ്ക്കുക. ഇനി MB1 റേഡിയസിൽ ഇവിടത്തേക്ക് ആർക്ക് വരയ്ക്കുക. ഇവിടെ കിട്ടിയെന്ന് കരുതുക, ഇതാണ് ബി കിട്ടിക്കഴിഞ്ഞാൽ ബി ഡാഷ് സെയിം ലൈനിലായിരിക്കും. തിൻ പ്രൊജക്ടർ വരയ്ക്കുക. ഓക്കെ, ഈ പോയിന്റ് ആണ് ബി ഡാഷ്. ഇതാണ് B1 ഡാഷ്, ഇത് ബി ഡാഷ്. ബി ഡാഷ് എം ഡാഷ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, തിക്ക് ലൈൻ യൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക A1 ഡാഷിലേക്ക്. ഇതായിരിക്കും എ ഡാഷ്. അതേപോലെ MB തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇത് എ കിട്ടും. അല്ലെങ്കിൽ അത് വരയ്ക്കണമെന്നില്ല. എ ഡാഷ് നേരെ താഴോട്ടേക്ക് വരച്ചാൽ ഇത് രണ്ടും ഒരു ലൈനിൽ വരുന്ന കാണാം. സോറി, എ അവിടെയല്ല, എ എനിക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഞാൻ കറക്റ്റ് അല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. കറക്റ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ സെയിം ലൈനിൽ തന്നെ വരേണ്ടതാണ്. ഞാൻ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ കഴിയുന്നു കേട്ടോ. ഈ പ്രൊജക്ടർ ലൈന് സെയിം ലൈനിൽ വരുന്ന രീതിയിൽ ഇവിടെയാണ് വേണ്ടത്. ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഞാൻ ഈ ഇവിടെ ആർക്ക് എടുത്ത തെറ്റാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, ഇവിടെ A2 ഇവിടെ ആയിരിക്കും. ഇതാണ് എ ഡാഷ്. അപ്പൊ എ ഡാഷ് ഇത് സോറി എ ഡാഷ് അല്ല എ ബി കിട്ടും. അതേപോലെ ഇതും വേണമെങ്കിൽ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാം. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ബാക്കി ഗിവൺ ഡാറ്റാസ് ഡയമെൻഷൻ ചെയ്യുക. ഇത് തന്നിട്ടുണ്ട് 50. അതേപോലെ ഇത് തന്നതാണ് ട്രൂ ലെങ്ത് 80/2 ചെയ്യേണ്ട, കംപ്ലീറ്റ് ഇത് ട്രൂ ലെങ്ത് ഡയമെൻഷൻ ചെയ്യുക 80. ഇത് 30 ഡിഗ്രി. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ?